IPO റീസെൻ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള വിക്രാൻ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ചില അപ്ഡേഷൻസ് കൂടിയാണ് വന്നിരിക്കുന്നത്. സെപ്റ്റംബറിലായിരുന്നു വിക്രാൻ എഞ്ചിനീയറിംഗ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്ന് പറയുന്നത് ഓണിക്സ് റിന്യൂവബിൾസിൽ നിന്നും ഏകദേശം 2035 കോടി രൂപയുടെ ഒരു ഓർഡർ കരസ്ഥമാക്കിയതായിട്ടാണ് കമ്പനി എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഓഹരിയിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ എക്സ്പ്ലോസീവ് ആയിട്ടൊരു മൂവ്മെൻറ്റ്, ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. 12% മുകളിലൊരു കുതിപ്പ് നടത്താനായിട്ട് വിക്രാൻ എഞ്ചിനീയറിംഗിന് കഴിയുന്നുണ്ട്. കഴിഞ്ഞ കുറേ സെഷൻസിലായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു നവംബർ 20 ഒരു ഓൾ ടൈം ഹൈയിലേക്ക് എത്തിയതിന് ശേഷം പിന്നീട് ഒരു സെല്ലിംഗ് പൊസിഷനാണ് നേരിട്ടിരിക്കുന്നത്. സോ വിക്രാൻ എഞ്ചിനീയറിംഗിലുള്ള ഈ ഒരു എക്സ്പ്ലോസീവ് മൂവ്മെൻറ്റിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അനിൽ സൂചിപ്പിച്ച പോലെ തന്നെ 20th നവംബറിലാണ് ഒരു അറ്റംപ്റ്റ്, അതായത് ഒരു ഹൈ റിജക്ഷൻ സോണായ 113 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യാൻ ഈ ഒരു സ്റ്റോക്ക് ട്രൈ ചെയ്തത്. എന്നാൽ ഹയർ ലെവലിൽ കൃത്യമായ ഒരു ഹൈ റിജക്ഷനാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കണ്ടിന്യൂസ് സെൽ ഓഫ് ആയിരുന്നു. കറൻറ്റ്ലി ടെക്നിക്കലി വീക്ക് സ്റ്റേറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. കാരണം ഹയർ ലെവലിൽ വോളിയം ബേസ്ഡ് സെൽ ഓഫ് ആണ് ഈ ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ഇന്ന് എക്സ്പ്ലോസീവ് മൂവ്മെൻറ്റ് ഏകദേശം 30% മൂവ്മെൻറ്റാണ് കറൻറ്റ്ലി കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഒരു ട്രെൻഡ് കൺഫർമേഷൻ ഈ ഒരു സ്റ്റോക്കിൽ ലഭിച്ചിട്ടില്ല എന്നതാണ് പല അനലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ 113 എന്ന റീസെൻ്റ്ലി സെൽ ഓഫ് നടന്ന ഏരിയ മറികടക്കണമെന്നാണ് പല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.